നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഏറെ പ്രതീക്ഷയോടെ മുന്നണികളെല്ലാം തന്നെ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ UDF-ഉം LDF-ഉം പ്രഖ്യാപിച്ച ഹർത്താൽ വയനാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. വാർത്തകൾ നിരവധിയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടർമാരെ നേരിൽ കാണാൻ സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 9 മണിക്ക്. ഇരട്ട വോട്ട് നിരീക്ഷിക്കാൻ കർശന നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നാളെ തെരഞ്ഞെടുപ്പ്. ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കേന്ദ്ര നിലപാടിനെതിരെ വയനാട്ടിൽ LDF UDF ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെ വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും കടകൾ തുറക്കാതെയും സഹകരിക്കണമെന്ന ആഹ്വാനം. പോലീസ് സംരക്ഷണത്തിൽ ദീർഘദൂര സർവീസ് നടത്തുമെന്ന KSRTC. മണിപ്പൂരിലെ സംഘർഷ സാഹചര്യം വിലയിരുത്തി കേന്ദ്രം. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം. ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിൽ. 7 ജില്ലകളിൽ കർഫ്യൂ. CRPF-ഉമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവുമായി കുക്കികളുടെ റാലി ഇന്ന്. നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന വാദത്തിന് നടന്റെ അഭിഭാഷകൻ മറുപടി നൽകും. സിദ്ദിഖിനെതിരെ തെളിവുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും സർക്കാർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുക. 6 യാക്കോബായ പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരായ സർക്കാർ അപ്പീൽ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി യാക്കോബായ സഭ. തടസ്സ ഹർജിയുമായി ഓർത്തഡോക്സ് സഭയും. UEFA നേഷൻസ് ലീഗിൽ സ്പെയിനിന് ആവേശ ജയം. സ്വിറ്റ്സർലൻഡിനെ തകർത്തത് 2-3 ഗോളുകൾക്ക്. ക്രൊയേഷ്യ പോർച്ചുഗൽ പോരാട്ടം സമനിലയിൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്ന സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിനായി എത്തിയ മറ്റ് ജില്ലകളിൽപ്പെട്ട പ്രധാന നേതാക്കളെല്ലാം കൊട്ടിക്കലാശത്തിന് ശേഷം മടങ്ങിക്കഴിഞ്ഞു. 183 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ രാവിലെ 9 മണിയോടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ കൗണ്ടറിൽ നിന്നും വിതരണം ചെയ്യും. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, ഇന്നലെ നമ്മൾ കണ്ടു ഏറെ ആവേശത്തിലാക്കി, അതായത് പ്രവർത്തകരെയും ജനങ്ങളെയും ഒരുപോലെ ആവേശത്തിലാക്കി വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം. ഏത് രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരിക്കും ഇന്ന് മുന്നണികൾ നടത്തുക? കാർത്തിക സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ളൊരു ആവേശം പ്രകടമാക്കിയ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. പ്രധാനമായും സ്ഥാനാർത്ഥികൾ ഇത്രയും ദിവസം നേരിട്ട് കാണാതിരുന്ന ആളുകളെയും പ്രമുഖരെയും അവരുടെ വസതികളിലും മറ്റ് സ്ഥലങ്ങളിലും എത്തി സന്ദർശിക്കുക എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ആ ഒരു പരിപാടിയിലേക്കാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കടന്നിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ രാവിലെ തന്നെ പ്രധാനമായിട്ടും രാമനാഥപുരം, ഒപ്പം തന്നെ കൽപ്പാത്തി എന്നീ മേഖലകളിൽ, കുമാരപുരം മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ നിശബ്ദ പ്രചരണത്തിന് ആദ്യം ഇറങ്ങിത്തിരിക്കുക. സരിനാവട്ടെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപമുള്ള കാടാങ്കോട് ഭാഗത്ത് രാവിലെ നിശബ്ദ പ്രചരണവും പരിപാടികളുമായി മുന്നിലുണ്ടാവും. എന്നാലും പോളിംഗ് സാമഗ്രിയുടെ വിതരണം ഒരല്പം കൂടി താമസിച്ചേക്കാമെന്നാണ് അവസാന വിവരം കിട്ടുന്നത്. 10 മണിക്ക് ശേഷം മാത്രമേ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ സാമഗ്രികൾ വിതരണം ചെയ്യുമെന്നറിയുന്നുണ്ട്. 183 ബൂത്തുകളിലേക്കുള്ള സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്ന പാലക്കാട് നഗരസഭയും ഒപ്പം തിരിയാരിയും മാത്തൂരും കണ്ണാടി ഗ്രാമപഞ്ചായത്തും ചേരുന്ന 3 ഗ്രാമപഞ്ചായത്തിനും 1 നഗരസഭയും ചേരുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ 183 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1,94,706 വോട്ടർമാരാണ് നഗരത്തിൽ ഇവിടെ ആകെ ഉള്ള വോട്ടർമാർ. നഗരത്തിലല്ല, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആകെയുള്ള വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. 1,00,000-ലധികം ഉള്ളത് സ്ത്രീ വോട്ടർമാരാണ്. എന്തായാലും പോളിംഗിനുള്ള സാമഗ്രികളുടെ വിതരണം നടക്കുന്നതോടെ ആ ഒരു ഒരുക്കങ്ങളിലേക്ക്
പൂർത്തിയായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും സാമഗ്രികളുടെ വിതരണം നടത്തിയ ശേഷം അതാത് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ എത്തിയ ശേഷം മാത്രമാണ് അതിനുള്ള പൂർണ്ണ ഒരുക്കങ്ങൾ എത്തുക. അതിലേക്കുള്ള തുടക്കം മാത്രമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തായാലും വളരെ സമാധാനപൂർണ്ണമായൊരു കൊട്ടിക്കലാശമാണ് കഴിഞ്ഞ ദിവസം 6 മണിയോടുകൂടി അവസാനിച്ചത്. അതിനാൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഈ പ്രചരണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ അതാത് ജില്ലകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ശ്രീകാർത്തിക. അതെ ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ഈ ഇരട്ട വോട്ട് ആരോപണം വളരെ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, ഈ ഇരട്ട വോട്ട് അഥവാ വ്യാജ വോട്ട് എന്ന് പറയുന്ന ഒരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അവസാനമാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചത്. കഴിഞ്ഞ ദിവസം LDF അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കളക്ടർ തീരുമാനിച്ചിരിക്കുന്ന ഇരട്ട വോട്ടുള്ളവരുടെ വോട്ടുകൾ പാലക്കാട് ഈ ഒരു നഗരസഭയിൽ അല്ലെങ്കിൽ പാലക്കാട് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2700ഓളം ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ടുകൾ ആരുടെയൊക്കെയാണെന്ന് കണ്ടെത്തിയ ശേഷം ഇവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ എടുത്ത ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൊബൈൽ ആപ്പിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങും. എന്നിട്ട് ഇവരെ കർശനമായി നിരീക്ഷിക്കും. മറ്റ് സ്ഥലങ്ങളിൽ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിരീക്ഷിക്കാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാനും ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇരട്ട വോട്ടുകളെ പൂർണ്ണമായും ചലഞ്ച് ചെയ്യാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. BJP പറയുന്നത് ഇരട്ട വോട്ടുകൾ ചലഞ്ച് ചെയ്യും. പക്ഷേ അവർക്ക് ഈ ചലഞ്ചിങ് വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കും. അതുകൊണ്ട് ഈ ഇരട്ട വോട്ടുകൾ നിർണായകമല്ല. പക്ഷേ ഇരട്ട വോട്ടുകൾ ചലഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ CPM ആവട്ടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും ഇരട്ട വോട്ടുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് പരിഹാസ്യമാണ് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു. കാരണം ഈ ഇരട്ട വോട്ടുകൾക്കെതിരെ നടപടിയെടുക്കേണ്ട സ്ഥാനാർത്ഥിയുടെ പാർട്ടിയാണ്. ആ പാർട്ടി പോലും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്താണ് അർത്ഥമുള്ളത്. BLOമാരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ് ഇതിന് കാരണമെന്ന് അറിയുന്നു. എന്തായാലും പാലക്കാടുള്ള ഇരട്ട വോട്ടുകൾ നിലനിർത്തിയ ശേഷം ആ ഇരട്ട വോട്ടുള്ളവരുടെ മറ്റ് സ്ഥലങ്ങളിലെ വോട്ടുകൾ പിന്നീട് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 183 പോളിംഗ് കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിലുള്ളത്. രാഹുലിനാണ് അപരൻ ഉള്ളത്. എന്തായാലും ആ 183 സ്ഥലങ്ങളിലും വെബ്കാസ്റ്റിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. ശരി ശ്രീജിത്ത്, വ്യക്തമാണ്. ഏതായാലും തികഞ്ഞ ആവേശത്തിൽ തന്നെയാണ് മുന്നണികളുള്ളത്. ഇനി ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പാലക്കാട് നിന്നും ശ്രീജിത്ത് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് LDFും UDFും വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിശദാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂരാണ് ചേരുന്നത്. രതീഷ്, ഇപ്പോൾ ഈ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സമാധാനപരമാണോ ഹർത്താൽ? ശ്രീകാന്തിക, ഈ മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വയനാട്ടിൽ LDFും UDFും ഒരേ സമയം ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കേന്ദ്ര അവഗണനയും അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം, അതോടൊപ്പം സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം എല്ലാം നിരാകരിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഈ ദുരന്തബാധിതരോടുള്ള വെല്ലുവിളി എന്ന തരത്തിലാണ് LDFിന്റെ ഹർത്താൽ പ്രഖ്യാപനമെങ്കിൽ UDF കേന്ദ്ര സർക്കാരുകളെ ഒരുപോലെ വിമർശിച്ചാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്രം അവഗണിക്കുന്നതോടൊപ്പം തന്നെ ദുരന്തബാധിതരെ അവഹേളിക്കുന്ന നടപടിയും അതോടൊപ്പം തന്നെ പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളിൽ അനാസ്ഥ കാണിക്കുമെന്ന് ആരോപിച്ച് UDFിന്റെ നേതൃത്വത്തിൽ വലിയ വിമർശനം ഉയർത്തുന്നു. ഏതായാലും ഇരു മുന്നണികളും ഹർത്താൽ പ്രഖ്യാപിച്ചത് പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. കമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ വാഹനങ്ങളൊന്നും തന്നെ നിലവിൽ നിരത്തിലിറങ്ങിയിട്ടില്ല. KSRTC ദീർഘദൂര സർവീസുകളുടെ മറ്റെല്ലാ സർവീസുകളും റദ്ദു ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സും ഈ ഹർത്താലിനോട് പൊതുവെ അനുകൂലിക്കുകയാണ്. അതായത് വയനാട്ടിൽ പൊതുവെ നിലവിൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഹർത്താൽ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. ശരി, വ്യക്തമാണ് രതീഷ്. ഏതായാലും വയനാട്ടിൽ LDFും UDFും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട് നിന്നും. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആലപ്പുഴയിലെത്തിയ കുറുവ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പിടിയിലായ സന്തോഷ് സെൽവത്തോടൊപ്പം ഉണ്ടായിരുന്ന വേലനും പശുപതിക്കുമായി തെരച്ചിൽ തുടരുകയാണ്. പിടിയിലായ സന്തോഷിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിലെത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി രാജേഷാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്നും. രാജേഷ്, ഈ കുറുവ സംഘത്തെ പറ്റിയുള്ള ഈ അന്വേഷണ സംഘം വളരെ ഊർജിതമാക്കി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ അന്വേഷണ പുരോഗതി എന്തൊക്കെയാണ്?
കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത സന്തോഷ് ശെൽവത്തെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ കോടതിയിൽ ഇന്നലെ മണ്ണഞ്ചേരി പോലീസ് സമർപ്പിച്ചിരുന്നു. എന്നാൽ കോടതി അത് ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത് ഇന്നത്തേക്ക് പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങി 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാരണം കഴിഞ്ഞ ജൂൺ മാസം പാലായിൽ സമാന കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ശെൽവം അടക്കമുള്ള കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് സന്തോഷ് ഇപ്പോൾ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത്. അതേ കേസിൽ പ്രതികളായിരുന്നവരാണ് സന്തോഷിന്റെ ഒപ്പം ഉണ്ടായിരുന്നവരെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും കൊച്ചിയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും സന്തോഷിന്റെ നേതൃത്വത്തിൽ മോഷണം നടത്തിയ സ്വർണ്ണാഭരണങ്ങളടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. ഇത് തുടർന്നുള്ള ഈ കേസിന്റെ നടത്തിപ്പിന് സഹായകരമാകുമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അത്തരത്തിൽ സന്തോഷുമായി കൊണ്ടന്നൂരിലടക്കം പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം നടന്ന വീടുകളിലടക്കം എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് പോലീസിന് നിർണായകമാണ്. സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇയാളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പുകൾ നടത്താനുമാണ് പോലീസിന്റെ നീക്കം. ശ്രീകാർത്തിക. ശരി, രാജേഷാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകമാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ ആഴ്ച ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന സർക്കാർ വാദത്തിന് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ മറുപടി നൽകും. സിദ്ദിഖിനെതിരെ തെളിവുണ്ടെന്നും ജാമ്യം നൽകരുതെന്നുമാണ് സർക്കാരിന്റെ വാദം. കേസിലെ പരാതിക്കാരിയും ജാമ്യാപേക്ഷയെ എതിർക്കും. നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ് സിദ്ദിഖ്. ഇനി നോക്കുന്നത് മണിപ്പൂരിലെ വാർത്തയിലേക്കാണ്. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേരുന്നുണ്ട്. മണിപ്പൂരിലേക്ക് കൂടുതൽ കേന്ദ്രസേനയെ അയക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 5000 പേരെ മണിപ്പൂരിലേക്ക് അയക്കും. CRPF-ൽ നിന്നുള്ള 35 യൂണിറ്റിനെയും BSF-ൽ നിന്നുള്ള 15 യൂണിറ്റിനെയും മണിപ്പൂരിലേക്ക് അയക്കുന്നുണ്ട്. ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിൽ എത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. ഇംഫാലിൽ കർഫ്യൂവും 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. അതേസമയം CRPF ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവുമായി കുക്കി സംഘടനകളുടെ നേതൃത്വത്തിൽ ചുരാചന്ദ്പൂരിൽ ഇന്ന് റാലി നടത്തും. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ 10 കുക്കി യുവാക്കളാണ് കൊല്ലപ്പെട്ടത്. ഇനി മുതലപ്പുഴക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. മുതലപ്പുഴ ഹാർബറിന്റെ പുതിയ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം കിട്ടിയതോടെ ഏറെ ആശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തുടർകഥയാകുന്ന അപകട മരണങ്ങൾ കുറയുമെന്ന് തീരദേശവാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ 82 ജീവനുകളാണ് അഴിമുഖത്തും തുറമുഖ കേന്ദ്രത്തിന് സമീപത്തുമായി നഷ്ടമായത്. കേന്ദ്ര അനുമതി കിട്ടിയതിനാൽ ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാർ എത്രയും വേഗം മുന്നോട്ട് പോകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. വാമനപുരം നദി അറബിക്കടലുമായി ചേരുന്ന മുതലപ്പുഴയിൽ തുടരെയുണ്ടാകുന്ന അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായതോടെയാണ് വിഷയം ഗൗരവത്തോടെ പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പൂനെയിലെ സെൻട്രൽ ആൻഡ് വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതനുസരിച്ച് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിശദമായി പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി. 168 കോടിയുടെ പദ്ധതിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും ഹാർബറിന്റെ സുരക്ഷയും അടിസ്ഥാന സൗകര്യ വികസനവും കൂടി ഉൾപ്പെടുത്തി 177 കോടി രൂപയായി ഉയർന്നു. പുതിയ വാർഫ്, ലേല സംവിധാനം, വാട്ടർ ടാങ്കുകൾ, റോഡ് നിർമ്മാണം, പാർക്കിംഗ് ഏരിയ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ്. തെക്കൻ പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്നും പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ 415 യന്ത്രബോട്ടുകൾക്ക് ദിവസവും തുറമുഖത്തെത്താനാകും. ഇതിലൂടെ പ്രതിവർഷം 38,000-ലേറെ ടൺ മത്സ്യം ഇറക്കുമതി ചെയ്യാനാകും. തീരത്തിന്റെ ആഴം കൂട്ടിയാൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ സൗകര്യമൊരുങ്ങുമെന്നും തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നു. പദ്ധതി നിർമ്മാണം എത്രയും വേഗം തുടങ്ങണമെന്നാണ് തീരദേശവാസികൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പതിറ്റാണ്ടുകളായുള്ള മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ കാത്തിരിപ്പിനാണ് ഹാർബർ നിർമ്മാണം വിരാമമിടുന്നത്. വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റവർക്കോ ജീവനോപാധികൾ നഷ്ടമായവർക്കോ മരിച്ചവരുടെ ബന്ധുക്കൾക്കോ കിട്ടേണ്ട നഷ്ടപരിഹാരം പോലും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുന്നതോടെ വറുതിയിലായ തീരത്ത് വികസനത്തിന്റെ പുതു കാൽവയ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല. ഒരുപാട് വള്ളങ്ങൾ ഇവിടെ അപകടമാവുന്നതെന്ന് വെച്ചാൽ ഈ പാറ അടിക്ക് തെറ്റായ അടുക്കാണ്.
ഇവിടുത്തെ ഈ അപകടം ഒരു കാലത്തും മാറൂല. ഇവർ ഈ മുട്ട ഇങ്ങനെ വെച്ച് തന്നെയാണ് പണി ചെയ്യാൻ പോണെങ്കിൽ. പൈസ വാങ്ങുന്നു, ഇവിടെ ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല. ഇവർ പോത്തെടുക്കണമായിരിക്കും. ഇവിടെ ഒരു പണിയും നടക്കത്തില്ല. ഇതുവരെ ഒരു 10 പൈസയുടെ പണി ഇവിടെ നടന്നിട്ടില്ല. മത്സ്യത്തൊഴിലാളികളെ എന്തുകൊണ്ടും മത്സ്യത്തൊഴിലാളി ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷകാലം ആകുമ്പോഴത്തേക്കും 3, 4, 5 ആൾ അങ്ങ് തീരും. ഇപ്പോൾ 24 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യത്തെ നിർമ്മാണത്തിൽ തന്നെ ഹാർബറിൻ്റെ വീതി ഇത്രയൊന്നും നീളം ഇത്രയൊന്നും പറഞ്ഞിരുന്നെങ്കിലും നിർമ്മാണ ഘട്ടത്തിൽ 2005 തന്നെ ഇത് ഹാർബർ നിർമ്മാണം പരാജയപ്പെടുകയാണ് ഇത്. ആൾക്കാർ മരിച്ചതിന് ശേഷം അല്ല, ഇവിടെ ആൾക്കാർ മരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രക്ഷുബ്ധമായിട്ട് ഇവിടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മരിക്കുന്നതിന് മുമ്പ് ഇനിയൊരു അപകടം സംഭവിക്കാത്ത രീതിയിൽ ഈ 147 കോടി രൂപ ഇപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഇനിയൊരു അപകടം സംഭവിക്കാത്ത രീതിയിൽ ഇവിടെ ഹാർബർ റെഡിയാക്കിയാൽ പോന്ന് മരിക്കുന്നു. കടൽക്ഷോഭമാണെങ്കിൽ വള്ളം കമന്നും വള്ളം കല്ലിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവുന്നു. ഒരു സഹായവും ഇല്ല. ഒരു വീടുള്ളത് മക്കളെ പൊളിഞ്ഞ് നാറിക്കിടക്കും. ഉള്ള പെൻഷൻ പോലും ചെവിന് വരുന്നില്ല. ഫിഷറീസിൻ്റെ എല്ലാവർക്കും വന്ന് പഞ്ചായത്തിൻ്റെത് വന്ന് കിട്ടിക്കഴിഞ്ഞിരുന്നാലും നമുക്ക് കിട്ടുന്നില്ല. ആരടുത്തെങ്കിലും തിണ്ടണ്ട മക്കളെ ഒരു ഗുളിക മേടിക്കണമെങ്കിലോ. എനിക്ക് ആരും ഇല്ല മക്കളെ ജോലി ചെയ്ത് തരാം. പരിചയത്തിലൊരു ഒരുപാട് പേര് മരിച്ചേക്കും. കാറ്റുണ്ട്. ഇവിടുത്തെ പാവങ്ങൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ലോട്ടറി വിൽക്കാനാണ് നടക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ല. ഇവിടെ പണിയെടുക്കണമെങ്കിൽ നമുക്ക് കൊല്ലം കൊണ്ടു ഒരു കോള കണ്ട അപ്പോഴേ വള്ളം മറിഞ്ഞ ആൾ മരിക്കും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഇടുക്കിയിൽ ചന്ദനക്കടത്ത് സംഘത്തിലെ പ്രധാന പ്രതികൾ പിടിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് 5 പേർ പിടിയിലായത്. 55 കിലോയോളം ചന്ദനകാതലും കണ്ടെത്തി. നെടുങ്കണ്ടം സ്വദേശികളായ ബാബു, ഹസൻ, സച്ചു, അജികുമാർ, ഷിബു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിലെ മുഖ്യ സൂത്രധാരനായ കണ്ണൻ ഒളിവിലാണ്. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. സംസ്ഥാനത്തെ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ ഇന്ന് കടയടച്ച് സമരം നടത്തും. 2 മാസത്തെ വേതനവും ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവ ഭത്തയും നൽകണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് സമരം. സമരത്തിന്റെ ഭാഗമായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരിക്കും. അതേസമയം ഭക്ഷ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിനാൽ മറ്റൊരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ അതിന് പ്രതിഫലം തരും. ഇപ്പൊ ആ മിനിസ്റ്ററുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ? നമ്മൾ ആരും വിചാരിച്ചിട്ട് കാണാൻ പറ്റിയില്ല. മാർക്കറ്റിൽ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ കാണാൻ ചെന്നപ്പോ കാണാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. ആ മീരയെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. അവളെ എത്രയും പെട്ടെന്ന് തീർക്കണം. കുടുംബ പരമ്പര മീര ഇന്ന് രാത്രി 7:30. ചെറുപ്പത്തിൽ അരങ്ങിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ആശാന്റെ ചുട്ടുകുത്തിയ മുഖം. എന്റെ മക്കള് കാരണം സ്വന്തം ഭാവിയെ മറന്നിട്ട് അവരുടെ അമ്മ വേഷം കിട്ടുക അല്ലേ എന്റെ മോള്? ഇതൊരു മണ്ണാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവറ്റകൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നതേ അതേ കുറച്ച് എന്റെ ഓപ്പോള് വെച്ച് വിളമ്പിയാൽ മതി. അഖിലേഷ് ഗുരുവിലാസ് സംവിധാനം ചെയ്ത് മുരളി, സുധീഷ്, പ്രേംകുമാർ, സായ്കുമാർ, കാർത്തിക തുടങ്ങിയവർ അഭിനയിച്ച കുടുംബ ചലച്ചിത്രം അച്ഛന്റെ പൊന്നുമക്കൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഇല്ലല്ലോ ചാച്ചന്, ഇന്നലെ 4 കാലയിലായിരുന്നു. ടീച്ചറേ, ചതിയാണിത്, ചതി. നിന്റെ മറ്റവരോട് ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ 2 കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. ആനയുടെ ബ്ലഡിൽ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണ്. കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഡെന്നിസ് ജോസഫിന്റെ രചനയിൽ സിബി മലയിൽ ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ആകാശദൂത് ഇന്ന് രാവിലെ 8 മണിക്ക്. പല സംഭവത്തിന്റെ ഓരത്ത് താനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഇനി നീ മിണ്ടിയ നിന്റെ വിധി ഭ്രാന്താശുപത്രിയിലായിരിക്കും. പലതും അറിയാമെന്ന് എനിക്കറിയാം. ഇവിടെ നടക്കുന്ന പലതും. എനിക്ക് കുറച്ച് സമയം വേണം. ഞാനൊരു ചതിയിൽ പറ്റിരിക്കുക. ഇന്ദ്രജിത്ത്, പ്രതാപ് പോത്തൻ, ബൈജു, മേഘ്ന രാജ് എന്നിവരെ വിവിധ കഥാപാത്രങ്ങളാക്കി TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത അപ്പ
കൃഷിയിടങ്ങളിലേക്ക് കയറി കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി പ്രദേശത്ത് 1 ലക്ഷത്തിൽ പരം നേന്ത്രവാഴ തൈകൾ നശിച്ചു. ദേശീയപാതയിൽ പുതിയ പാലം പണിയുന്നതിനായി പുഴയിൽ മണ്ണിട്ടതോടെയാണ് ജലനിരപ്പ് ഉയർന്ന് പുഴവെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിയത്. പുഴവെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തി കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി, കാർത്തിക എന്നീ പ്രദേശങ്ങളിലാണ് നേന്ത്രവാഴ തൈകൾ വ്യാപകമായി നശിച്ചത്. പുഴവെള്ളം പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേന്ത്രവാഴ കന്നുകൾ ഉപയോഗിച്ച് 2.5 മാസം മുൻപ് തുടങ്ങിയ വാഴകൃഷിക്കാണ് പുഴവെള്ളം കയറി തിരിച്ചടി നേരിട്ടത്. ഇതുവരെയുള്ള പരിചരണത്തിനായി കന്നൊന്നിന് 120 രൂപയോളം ചിലവായതായി കർഷകർ പറഞ്ഞു. ദേശീയപാതയിലെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴവെള്ളം കൃഷിയിടങ്ങളിലെത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായി. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം വാർഡ് കൗൺസിലർ, കൃഷി ഓഫീസർ, MLA, MP ഇവരാണ്. എന്താ ഹൈവേക്കാർക്ക് ഹൈവേന്റെ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർ എവിടുന്ന വരുന്നതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം ഇവരെ എടുക്കണം. ഇനി കൃഷി ഓഫീസ് എന്തിനു ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? കൃഷി ഓഫീസ് എന്തിനു വേണ്ടിയിട്ട് 20 രൂപ കന്നിന്, അതിന്റെ വളം, അതിന്റെ പണിക്കൂലി, ഇതിലൊക്കെ കൂടി 100-120 രൂപ ചിലവ് വരും ഒരു വാഴയ്ക്ക്. അങ്ങനെ 400 വാഴയില്ല ഞാനാണ്. മൊത്തം കൃഷിക്കാർ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പുതിയ തലമുറ ദയവ് ചെയ്ത് ഈ കൃഷിയിടങ്ങളിലേക്ക് വരില്ലെന്ന് ഞാൻ 300 മുതൽ 700 വാഴകൾ വരെ ഓരോ പറമ്പുകളിലുമുണ്ടെന്ന് കർഷകർ പറഞ്ഞു. ദേശീയപാത വികസന ഭാഗമായി പാലം നിർമ്മാണം നടക്കുന്ന നീലേശ്വരത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള വാഴത്തോപ്പുകളിലേക്കാണ് വെള്ളം എത്തിയത്. കെട്ടിക്കിടക്കുന്ന പുഴവെള്ളം താഴ്ന്നിറങ്ങാത്ത അവസ്ഥയിൽ ഇനി പ്രതീക്ഷകളില്ല. ചിലവ് കണക്കാക്കിയാൽ 1 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് കാഞ്ഞങ്ങാട് അരയി പ്രദേശത്തുണ്ടായത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ചേച്ചി കടന്ന് ചിരിക്കല്ലേ ചേച്ചി, വയ്യാത്തയാണ്. ആവുന്നതൊക്കെ കൊള്ളാം, ഡയലോഗൊക്കെ ഓർത്തോളാം. നോക്കി ഡോക്ടറിന്റെ പൊഴുപ്പല്ല. ഇതിനിടയ്ക്ക് മാജിക്കും പഠിച്ചോ? വിശന്ന് കുടലൊട്ടിയപ്പോ കൈ കിട്ടിയ തോരണം എടുത്ത് വായിക്കാതിരുന്നതാ. മനുഷ്യന്മാരായ ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല. ഒരു ശല്യമില്ല അവളെ. എനിക്ക് തരൂ. എടോ, എന്റെ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളുന്ന ഒരാളെ കണ്ടപ്പോ അയാളോട് നിന്നെയും കൊണ്ട് ഈ കിണർ കുടിച്ച് വെള്ളം കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാത്രി 9 മണിക്ക് കോമഡി മാസ്റ്റേഴ്സ്. അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തശ്ശനെ കണ്ടു പോരാമോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ എൻ്റെ ഫിലിം സോങ് ആ പാട്ട് എഴുതിയത് കൈതപ്പുറം സാറാണ്. വിലമതിക്കുന്ന മുത്താണ് എൻ്റെ ശരത്ത്. അതുപോലെ ഷാനും വളരെ രസികനായിട്ടുള്ള ഞങ്ങളെ നാട്ടുകാരൻ. പല മുത്തുകളെയും ചെപ്പിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. എനിക്കിപ്പോഴും തിരുമേനിയുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഷീറ്റും ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മൊത്തം കൊഴുത്തു പാട്ട്. സൂപ്പർ സ്റ്റാർ ഇന്ന് രാത്രി 8 മണിക്ക്. ഇല്ലല്ലോ ചാച്ചന്, ഇന്നലെ 4 കാലയിലായിരുന്നു. ടീച്ചറേ, ചതിയാണിത്, ചതി. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കും. ശരണാമൃതം സമർപ്പിക്കുന്നത് GDS ഉപാസന അഗർബത്തീസ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
സന്നിധാനത്ത് തിരക്ക് ഏറുകയാണ്. എത്രത്തോളം ഭക്തരെത്തിയാലും അവർക്കെല്ലാം സുഗമമായി ദർശനം നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സന്നിധാനത്ത് പൂർണ്ണമാണ്. ഇതുവരെയും അത്തരത്തിലുള്ള യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല. സന്നിധാനത്തെ വിശേഷങ്ങളുമായി സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത് നമുക്കൊപ്പം. സുജിത്ത്, രാവിലെ തന്നെ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എത്രത്തോളമാണ് സന്നിധാനത്തെ തിരക്ക്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സന്നിധാനത്ത് വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 80,000-ലധികം ഭക്തർ എത്തുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഓരോ മിനിറ്റിലും പടി ചവിട്ടുന്നവരുടെ എണ്ണം 80-ന് മുകളിലാണ് എന്നുള്ള കണക്കുകളാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എത്രത്തോളം ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. സുജിത്ത്, ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവം ആരംഭിച്ച തീർത്ഥാടന കാലം ആരംഭിച്ച ഇന്ന് നാലാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്കാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ തിരക്ക് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരത്തിൽ തിരക്ക് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് ഇതുവരെ നമുക്ക് കണക്കുകൾ പ്രകാരം ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് 2,46,543 പേരാണ്. ഏറ്റവും അധികം തിരക്ക് ഇതുവരെ അനുഭവപ്പെട്ടത് ഇന്നലെയായിരുന്നു. ഇന്നലെ എത്തിയത് 75,959 തീർത്ഥാടകരാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവർ 5,710 പേരായിരുന്നു. 328 പേരാണ് പുല്ലുമേട് വഴി ശബരിമലയിലേക്ക് ദർശനത്തിനായി ഇന്നലെ മാത്രം എത്തിയത്. സന്നിധാനത്ത് ഉൾപ്പെടെ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പോലീസിൻ്റെ പ്രത്യേക സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. പോക്കറ്റടി പോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയും പ്രത്യേക അനുഭവ പരിജ്ഞാനമുള്ള പോലീസ് സ്ക്വാഡിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശബരിമലയിൽ ഉഷപൂജ സമയമാണ്. അതിൻ്റേതായ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഭക്തരെ ദർശനത്തിനായി അനുവദിക്കുന്നതല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വടം കെട്ടി നിരയിൽ ഭക്തർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതിനുശേഷം ഈ രാവിലെ സമയത്ത് കുറേ പൂജകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ആ പൂജാ സമയങ്ങളിൽ ആളുകൾക്ക് ദർശനത്തിനുള്ളൊരു സൗകര്യം ഉണ്ടായിരിക്കില്ല. അതിനുശേഷമാകും ആളുകളെ ദർശനത്തിനായി കടത്തിവിടുക. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഇനിയും ഉച്ചയോടുകൂടി ഇതിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കും തോറും മറ്റുള്ളവർക്ക്, കുട്ടികളടക്കമുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നിരയിൽ നിൽക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യമോ മറ്റോ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അടിയന്തര വൈദ്യ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതെ, വ്യക്തമാണ്. ഏതായാലും വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. സുജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപാണ് ചേരുന്നത്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെയും വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി നടത്തുന്ന വിൽപ്പനയാണ്. ഇന്നലെയും 1,400 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനം നടത്തിയത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനം 2,600 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെങ്കിലും അത് ആ വീഴ്ചയെ മറികടക്കാനായില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിഗതികൾ ഭദ്രമാണെങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ വിൽപ്പനയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടാണ് പ്രധാന സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം തുടരുന്നത്. 23,500 നിലവാരത്തിന് താഴേക്ക് ഇന്നലെ വ്യാപാരത്തിനിടെ എത്തിയിരുന്നു. ഇത് കാണിക്കുന്നത് അന്തർധാര ദുർബലമാണ് എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാനാണ് സാധ്യത. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഇനി നോക്കാം കായിക വാർത്തകൾ.
യുവേഫ നേഷൻസ് ലീഗിൽ സ്പെയിനിന് തകർപ്പൻ ജയം. സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയത് 2-നെതിരെ 3 ഗോളുകൾക്ക്. ആദ്യ പകുതി മുതൽ മുന്നിട്ട് നിന്ന സ്പെയിനിനെ അവസാന മിനിറ്റിൽ സ്വിറ്റ്സർലൻഡ് വിറപ്പിച്ചെങ്കിലും എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റിയിലൂടെ ജയം ഉറപ്പിക്കുകയായിരുന്നു. ക്രൊയേഷ്യ പോർച്ചുഗൽ പോരാട്ടം സമനിലയിലാണ്. ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് പോർച്ചുഗൽ സമനില വഴങ്ങിയത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.